പുന്നപ്ര വയലാറിൽ നടത്തിയതും പോലീസുകാരെ കൊല്ലുകയാണ് ചെയ്തത്. പോലീസ് ഒരു അക്രമവും നടത്തിയിരുന്നില്ല. അക്രമം നടത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആർ ശങ്കർ അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി ദിവാനെയും രാജാവിനെയും ഒക്കെ കണ്ട് സംസാരിച്ചു. പോലീസ് ഓഫീസർമാരെ എല്ലാം കണ്ട് സംസാരിച്ചു. അദ്ദേഹം തിരിച്ചു വന്ന് പുന്നപ്രയിലും വയലാറിലുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്യാമ്പുകളിൽ ആർ ശങ്കർ പോയി പറഞ്ഞു, നിങ്ങൾ ചതിക്കപ്പെടും, കൊലയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഏർപ്പാടാണ്, അതുകൊണ്ട് കൊല്ലപ്പെടുന്നത് പാവങ്ങളായിരിക്കും, ഈഴവരായിരിക്കും കൂടുതൽ പേര് കൊല്ലപ്പെടുന്നത്, അതുകൊണ്ട് ചതിയാണ്, നിങ്ങൾ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞെങ്കിലും പാർട്ടിയുടെ വലയത്തിൽ, പാർട്ടി ഗ്രാമം പോലെയാണല്ലോ പാർട്ടി ക്യാമ്പും, പുറത്തു പോയാൽ പാർട്ടി കൊല്ലും, അകത്ത് നിന്നാൽ RCP കൊല്ലും, രണ്ടായാലും കൊല്ലും എന്ന് ഉറപ്പാണ്. അത് കേട്ടിട്ട് പോയില്ല. എന്നിട്ട് സംഘർഷം നടക്കുന്നില്ല. പോലീസ് ഇപ്പൊ ആക്രമിക്കും എന്നൊക്കെ വിചാരിച്ച് നോക്കിയെങ്കിലും ഈ ആർ ശങ്കറിന്റെയും മറ്റു ഇടപെടൽ കൊണ്ട് പോലീസ് കാര്യമായ ആക്ഷൻ ഒന്നും എടുക്കാതെ നിന്നപ്പോഴാണ് പാർട്ടി രാജാവിന്റെ ജന്മദിനാഘോഷമാണെന്നും പറഞ്ഞ് നാട്ടുകാരെ വിളിച്ച് ഘോഷയാത്ര നടത്തി പുന്നപ്രയിൽ പോലീസ് ക്യാമ്പ് ആക്രമിച്ച് SIയെയും പോലീസുകാരെയും വെട്ടിയും കുത്തിയും കൊന്നു ക്രൂരമായി. അവരെന്ത് ചെയ്തിട്ടാ? അവരൊന്നും ചെയ്തിട്ടില്ല. പോലീസ് ഒരു മണ്ണ് പോലും ഇവരുടെ മേലെ വാരി ഇട്ടിട്ടില്ല. നേരെ പോയി SIയെയും പോലീസുകാരെയും ഇങ്ങനെ ഇഞ്ചിഞ്ചായി കുത്തിയും വെട്ടിയും കൊന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസ് എന്ത് ചെയ്യണം? അതാ പുന്നപ്രയിലും വയലാറിലും നടന്നത്. പാവങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ട്, തോക്കിനകത്ത് ഉണ്ടയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വെടിവെക്കത്തില്ല, വെടിവെച്ചാൽ കമന്ന് കിടന്നാൽ മതി, കൊള്ളത്തില്ല, എന്തെല്ലാം നുണകൾ പറഞ്ഞിട്ടാണ് ഈ പാവങ്ങളെ കുരുതിക്ക് കൊടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ എന്ത് ചെയ്യും?